ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 46-ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ജനുവരി ട്രാൻസ്ഫർ ജാലകം തുറന്നു കഴിഞ്ഞു. ഫുട്ബോൾ ലോകത്ത് ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 15 ട്രാൻസ്ഫർ വാർത്തകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് പരിശോധിക്കാം. ഒന്നാമത്തേത് ചെൽസിയുടെ പരിശീലകനായ എൻസോ മരസ്കയുമായി ബന്ധപ്പെട്ടതാണ്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ചെൽസിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരിശീലകന്റെ ഭാവി ഇപ്പോൾ തുലാസിലാണ്. ഈ പരിശീലകനെ പുറത്താക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചെൽസി ഇപ്പോൾ ഗൗരവമായി കൊണ്ട് ചർച്ചകൾ നടത്തുന്നു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് പോർച്ചുഗീസ് താരമായ ജാവോ കാൻസലോയാണ്. അൽ ഹിലാലിന്റെ താരമായ ഇദ്ദേഹം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ FC ബാഴ്സലോണയും ഇന്റർ മിലാനും ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ താരം അത് ആലിസൺ എന്ന ഒരു താരമാണ്. കേവലം 19 വയസ്സ് മാത്രമുള്ള ബ്രസീലിയൻ വിങ്ങറാണ് ആലിസൺ. ഗ്രിമിയോക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇതുവരെ കളിച്ചിരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലബ്ബായ ആസ്റ്റൺ വില്ല അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആകെ 10 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ താരം അത് റഹീം സ്റ്റെർലിംഗ് ആണ്. ചെൽസിയുടെ താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഫുൾഹാം ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. 5 ജാക്ക് ഹാരിസൺ ആണ്. നിലവിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന വിങ്ങറാണ് ജാക്ക് ഹാരിസൺ. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി സ്പാനിഷ് ക്ലബ്ബായ വലൻസിയ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആറാമത്തെ താരം അത് കയോ ജോർഹയാണ്. ബ്രസീലിയൻ സ്ട്രൈക്കറായ ഇദ്ദേഹം ക്രുസൈറോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിന് ഈ ഒരു താരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയും കയോ ജോർഹയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏഴാമത്തെ താരം അത് ഫെഡറിക്കോ കിയേസയാണ്. നിലവിൽ ലിവർപൂളിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഫെഡറിക്കോ കിയേസ. ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ യുവന്റസിന് ഇപ്പോൾ താല്പര്യമുണ്ട്. ഇറ്റാലിയൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എട്ടാമത്തെ താരം അത് ബ്രണ്ണൻ ജോൺസൺ ആണ്. നിലവിൽ ടോട്ടൻഹാമിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഇദ്ദേഹം. താരത്തെ 35 മില്യൺ പൗണ്ട് നൽകിക്കൊണ്ട് സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ ഉള്ളത്. ഇനി 9 നിക്കോ ഷ്ലോട്ടർബക്ക് ആണ്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് വേണ്ടി കളിക്കുന്ന ഈ ഡിഫൻഡറെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്തുണ്ട്. ആ കൂട്ടത്തിലേക്ക് റയൽ മാഡ്രിഡ് കൂടി ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 60 മില്യൺ യൂറോയാണ് ഇദ്ദേഹത്തിന്റെ മൂല്യമായി കൊണ്ട് ബൊറൂസിയ ഇപ്പോൾ കണക്കാക്കുന്നത്. ഇനി 10ാമത്തെ താരം അത് കെനാൻ യിൽദിസ് ആണ്. യുവന്റസിൽ കളിക്കുന്ന ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ആഴ്സണൽ, ചെൽസി, ലിവർപൂൾ എന്നിവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ഒരു സാലറി നൽകിക്കൊണ്ട് യിൽദിസിനെ നിലനിർത്താൻ തന്നെയാണ് യുവന്റസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി 11 മക്ടോമിനിയാണ്. നിലവിൽ നാപ്പോളിക്ക് വേണ്ടി മക്ടോമിനി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആഴ്സണൽ, ന്യൂകാസിൽ, ടോട്ടൻഹാം എന്നിവരൊക്കെ ഈ താരത്തിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 12 മാർക്ക് ഗ്യൂഹിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഡിഫൻഡറെ സ്വന്തമാക്കാൻ വേണ്ടി ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മാഡ്രിഡ്, ബയേൺ മ്യൂണിക്ക് എന്നിവരൊക്കെ രംഗത്തുണ്ട്. ഈ കൂട്ടത്തിലേക്ക് ചെൽസി കൂടി ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 13 റാസ്മസ് ഹോയ്ലുണ്ടാണ്. ഈ താരത്തെ സ്ഥിരമായി നിലനിർത്താൻ നാപ്പോളി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആകെ 50 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി നാപ്പോളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നൽകുക. ഇനി 14ാമത്തെ താരം അത് ക്രിസ്റ്റഫർ എങ്കുങ്കു ആണ്. നിലവിൽ AC മിലാന് വേണ്ടിയാണ് എങ്കുങ്കു കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 15 ഗൈഡോ റോഡ്രിഗസ് ആണ്. നിലവിൽ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന അർജന്റീൻ മിഡ്ഫീൽഡർ ആണ് ഗൈഡോ റോഡ്രിഗസ്. 31കാരനായ ഈ താരത്തെ സ്വന്തമാക്കാൻ യുവന്റസിന് ഇപ്പോൾ താല്പര്യമുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ 15 താരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.